വിസ്മയ കാഴ്ചകളുടെ കൂടാരമാണ് മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്ക്. ഏദൻ തോട്ടത്തിലെ അറിവിന്റെ വൃക്ഷത്തിൽ തുടങ്ങി ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിച്ചുകൊണ്ടുള്ള യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ ഈ തിരുവചന കൂടാരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്ക് സന്ദർശിച്ച് പുറത്തിറങ്ങുന്ന ആരുടെയും വിശ്വാസം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏദൻ തോട്ടത്തിൽ നിന്ന് ആരംഭിച്ച് പ്രവാചക വീതിയിലൂടെയും സുവിശേഷങ്ങളിലൂടെയും സഞ്ചരിച്ച് കാൽവരിയിലെ ക്രൂശീകരണത്തിന് സാക്ഷികളായി സ്വർഗാരോഹണത്തിന് സാക്ഷ്യം വഹിക്കുന്ന അനുഭവമാണ് ബൈബിൾ തീം പാർക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മീയാനന്ദം നിറയ്ക്കുന്ന ഒരു ബൈബിൾ തീർത്ഥാടനമെന്ന് ഇവിടുത്തെ സന്ദർശനത്തെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. തിരുവനന്തപുരത്ത് MC റോഡിൽ വെമ്പായത്തിനു സമീപം കന്യാകുളങ്ങരയ്ക്കും പെരുംകൂറിൽ മെയിൻ റോഡിൽ നിന്നും 100 മീറ്റർ അകലെയാണ് ബൈബിൾ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ നാട് തീർത്ഥാടനത്തിന് പോകാൻ കഴിയാത്തവർക്ക് അവിടുത്തെ കാഴ്ചകൾ നേരിൽ കാണാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. വിശുദ്ധ നാട്ടിലെ ദേവാലയങ്ങളിൽ എന്ന പോലെ തീർത്ഥാടകർക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുവാനുമുള്ള സൗകര്യവുമുണ്ട്. മ്യൂസിയം ഓഫ് ദി വേൾഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്ക് 2017 ഒക്ടോബർ 20 ഉദ്ഘാടനം ചെയ്തു. ജെറുസലേമിലെ വിലാപത്തിന്റെ മതിൽ ഉൾപ്പെടെയുള്ള പല കൂട്ടിച്ചേർക്കലുകളും പിന്നീടുണ്ടായി. ബൈബിൾ പരിഭാഷകനും സുവിശേഷകനും സംഗീതജ്ഞനുമായ ഡോക്ടർ മാത്യൂസ് വർഗീസ് ആണ് ബൈബിൾ മ്യൂസിയം സ്ഥാപിച്ചത്. ദൈവം എന്നെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു. ആ ശുശ്രൂഷയുടെ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ദൈവത്തിന് പ്രസാദകരമായി ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ അടുത്ത ദൗത്യം ഏൽപ്പിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് ഓരോരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ തക്കതിനോണം വഴികൾ തുറക്കുമ്പോൾ ആ വലിയ അനുഭവമാണ് ഈ മ്യൂസിയം ഓഫ് ദ വേൾഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്ക് എന്ന ആശയത്തിലേക്ക് എന്നെ എത്തിച്ചത്. ലോകത്ത് മറ്റൊരു മ്യൂസിയത്തിനും അവകാശപ്പെടുവാൻ കഴിയാത്ത അനേക പ്രദർശനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒന്നാമത് പറയുമ്പോൾ ഇതൊരു മ്യൂസിയം സമുച്ചയമാണ്. നാം ദൈവവചനത്തിൻ്റെതായിട്ടുള്ള മഹത്വത്തിനും മനോഹരത്തിനുമായിട്ട് ഇത് ക്രമീകരിച്ചപ്പോൾ തന്നെ ഇതോടൊപ്പം തന്നെ ഉപമ്യൂസിയങ്ങളുമുണ്ട്. ബൈബിൾ മ്യൂസിയം അറ്റ് ദ സെയിം ടൈം ഇതോടൊപ്പം ഉപമ്യൂസിയങ്ങൾ, സ്റ്റാമ്പ് മ്യൂസിയം, ഫിലാറ്റലി മ്യൂസിയം എന്ന് പറയുമ്പോൾ സ്റ്റാമ്പ് മ്യൂസിയം അത് വളരെ വിരളമായിട്ടുള്ള കാര്യമാണ്. പല പോസ്റ്റ് ഓഫീസിലും മറ്റും കുറേ സ്റ്റാമ്പ് കാണാം. വളരെ വിശാലമായിട്ടുള്ള കളക്ഷൻസ് ഉള്ള സ്റ്റാമ്പ് മ്യൂസിയം ഉണ്ട്. അതോടൊപ്പം ഇന്റർനാഷണൽ ന്യൂമിസ്മാറ്റിക് മ്യൂസിയം എന്ന് പറഞ്ഞാൽ നാണയ മ്യൂസിയം, അങ്ങനെ അതോടൊപ്പം തന്നെ ഡോൾ മ്യൂസിയം, പാവകളുടെ മ്യൂസിയം, ബട്ടർഫ്ലൈ കളക്ഷൻസ്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ബൈബിളിനോട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ തന്നെയും എല്ലാവരെയും ആകർഷിക്കത്തക്ക രീതിയിൽ ഇവിടെ ക്രമീകരിച്ചു. ഗതാഗത പരിണാമം എന്ന് പറയുമ്പോൾ മനുഷ്യൻ 2 കാലിൽ നടക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇന്ന് ബഹിരാകാശത്ത് ചെല്ലുന്ന കാര്യം വരെയുള്ള ആ വലിയ പ്രയാണത്തിൽ വാഹന ഗതാഗതങ്ങൾ ഏതെല്ലാം രീതിയിലായിരുന്നു. 2 കാലിൽ നടക്കാൻ തുടങ്ങിയവൻ ഒറ്റച്ചാടൻ സൈക്കിള്, പിന്നെ 2 ചാടൻ, പിന്നെ മുച്ചാടൻ മോട്ടോർ സൈക്കിൾ, അങ്ങനെ അതിൻ്റെ വലിയ പരിണാമം ഇവിടെ ചിത്രീകരിച്ചു. അപ്പോൾ എല്ലാവരെയും ഇതിലേക്ക് ആകർഷിക്കുക. ഇത് ക്രിസ്ത്യാനികളെ മാത്രമല്ല, ഇപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻസിനകത്തിൽ താല്പര്യമുള്ളവർക്ക് അത് ഒന്ന് കാണാൻ വരുമ്പോഴും അവരിത് കണ്ട് മനസ്സിലാക്കാൻ കഴിയും. സ്റ്റാമ്പുകളിലൂടെ എങ്ങനെയാണ് ദൈവവചനം മഹത്വപ്പെടുന്നതെന്ന് അവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ്. പ്രത്യേകമായിട്ട് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര കുരിശ് മ്യൂസിയം വേറൊരു സ്ഥലത്ത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അനേക രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സമാധാന കൂടാരം, ലോകത്തിലെ അതിപ്രശസ്തമായ 3 സമാധാന കൂടാരങ്ങൾ ഏറ്റവും മനോഹരമായിട്ടുള്ളതും പ്രശസ്തമായിട്ടുള്ളതും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ഗൂഗിളിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ സംവിധാനം തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം ബൈബിൾ മ്യൂസിയം എന്ന് പറയുമ്പോൾ കുറച്ച് ബൈബിളിൻ്റെ കളക്ഷൻസും അല്ലെങ്കിൽ കുറച്ച് കുരിശുകളുടെ കളക്ഷൻ ഇല്ല, മറ്റു ചില കാര്യങ്ങളൊക്കെ അതോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ സംബന്ധിച്ച് അങ്ങനെ ഒരു കളക്ഷൻ അല്ല. വളരെ വിശാലമായ ഒരു ക്യാൻവാസാണ് ഇവിടെ ബൈബിളുകളുണ്ട്. കർത്താവിൻ്റെ ജന്മം മുതൽ മരണം വരെ, സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടെ തന്നെ പഴയ നിയമത്തിലെ സമാധാന കൂടാരം അതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രവാചക വീതിയുണ്ട്. പ്രവാചകന്മാർ ആരാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം അതിശ്രേഷ്ഠ പ്രവാചകന്മാരുടേതായിട്ടുള്ള സ്വരൂപങ്ങൾ അവിടെയുണ്ട്. സുവിശേഷ വീതിയിൽ അവിടെ ചെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പോസ്തലന്മാരുടെ എല്ലാം പ്രതിരൂപങ്ങൾ അവിടെയുണ്ട്. ആ വീതിയിൽ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ കാൽവരിയുടേതായിട്ടുള്ള യഥാർത്ഥമായ മോഡൽ അത് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറ്റ് മ്യൂസിയങ്ങളിൽ കാണുവാൻ കഴിയാത്ത അനേക കാര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചു. ഞാനിത് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെയാണ് പറയുന്നത്.
മ്യൂസിയങ്ങളുണ്ട്, എല്ലായിടത്തും മ്യൂസിയങ്ങളുണ്ട്. മ്യൂസിയം അല്ല, ബട്ട് ഹൗ ഇറ്റ് ഈസ് ഡിസൈൻഡ്. ആ മ്യൂസിയം കാണാൻ കഴിയുന്നത് ഇവിടെ കാണാൻ കഴിയുന്നത് എന്താണ് എന്നുള്ള വ്യത്യാസമാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കാൻ. ഹിൽ ഓഫ് പ്രോസസ് എന്ന് പറയുന്ന അതിപ്രശസ്തമായിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം ഇവിടെ ക്രമീകരിച്ചു. ലിത്വാനിയയിൽ മാത്രം ലോകത്തിലുള്ള ഒരു സംവിധാനം ഹിൽ ഓഫ് പ്രോസസ്. ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യം റഷ്യൻ ആധിപത്യത്തിലായിരുന്നപ്പോൾ അതിനെതിരെ അവർ വെല്ലുവിളി ഉയർത്തി. അപ്പോൾ റഷ്യൻ പട്ടാളം അതിക്രൂരമായിട്ട് അവരെ കൊന്നൊടുക്കി. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ കുരിശുകൾ നാട്ടി അവിടെ അവരുടെ ഓർമ്മയ്ക്കായിട്ട് അത് സ്ഥാപിച്ചപ്പോൾ റഷ്യൻ പട്ടാളം അതിനെ തകർത്തു. വീണ്ടും അതൊരു ചെറിയ സ്ഥലത്താണ്, 60 ഏക്കർ സ്ഥലത്താണ് ഇതെല്ലാം നടക്കുന്നത്. വീണ്ടും അത് എടുക്കുമ്പോൾ പല പ്രാവശ്യം ആദ്യമേ വെള്ളം കയറ്റി വിട്ടു, പിന്നെ കത്തിച്ചു, വെള്ളം പല രീതിയിൽ അത് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും വീണ്ടും അവിടുത്തെ ജനങ്ങൾ ആ മരിച്ചുപോയവരെ ഓർത്തുകൊണ്ട് ആ കുരിശുകൾ സ്ഥാപിച്ചു. ഒരുപാട് കുരിശുകൾ, അപ്പോൾ പല രീതിയിലുള്ള കുരിശുകൾ. അവസാനം റഷ്യയിൽ നിന്നും ലിത്വാനിയ മോചനം നേടിയപ്പോൾ അവിടെ പുതിയ ലിത്വാനിയൻ ഗവൺമെന്റ് ഇത് അംഗീകരിച്ചു. എന്നിട്ട് അവർക്ക് അവിടെ ആരാധിക്കുവാനും ഇത് സൂക്ഷിക്കുവാനും അപ്രകാരമുള്ള കാര്യം മുൻപോട്ട് ക്രമീകരിച്ചു കൊണ്ടുപോകാനുള്ള അനുവാദം നൽകി. അങ്ങനെ ഹിൽ ഓഫ് പ്രോസസ് എന്ന് പറയുന്ന ആ കുന്നുമുറ കുരിശുകളാണ്. പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ അവിടെ വന്ന് അതിനെ വാഴ്ത്തി ശുദ്ധീകരിക്കുകയും അതിനൊരു അനുഗ്രഹീത പദവി നൽകുകയും ഉണ്ടായി. അത് ലോകത്ത് മറ്റൊരു മ്യൂസിയത്തിൽ, ഹിൽ ഓഫ് പ്രോസസ് മറ്റൊരു മ്യൂസിയത്തിൽ. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ എന്ന് പറയുമ്പോൾ വിടർത്തിയിരിക്കുന്ന ബൈബിൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരൂപമാണ്. വേറെ ഒരിടത്തും ഈ ഹൈറ്റിലോ ഉള്ള ഒരു പ്രതിരൂപമില്ല. ജീസസ് ക്രൈസ്റ്റ് കിങ് ഓഫ് കിങ്സ്, അതിൻ്റെ പ്രതിരൂപം ഏറ്റവും വലിയ പ്രതിരൂപമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതൊക്കെ ദ ടോപ്പ് മോസ്റ്റ് ഇൻ ദ വേൾഡ്. മനസ്സിലായി? അവിടെ നിന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രവാചക സുവിശേഷ വീതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനായിട്ട് നാം ക്രമീകരിച്ചു. ഇതൊന്നും മറ്റ് മ്യൂസിയങ്ങളിൽ കാണുവാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഈ ദേവാലയത്തിൻ്റെയും ഈ മ്യൂസിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 12 ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും തിരുശേഷിപ്പുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. തിരുശേഷിപ്പുകൾ എന്ന് പറയുമ്പോൾ ഇന്ന് വളരെ അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് കേരളത്തിൽ. വളരെ ചുരുക്കം ചില ദേവാലയങ്ങൾ, അങ്കുലീപരിമിതമായ ദേവാലയങ്ങളിലാണ് അതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ തിരുശേഷിപ്പുകൾ ഇതിനേക്കാൾ ഉപരിയായിട്ട് ദേവാലയങ്ങൾ കാണുവാനായിട്ട് കഴിയും. ഈ തിരുശേഷിപ്പുകളെ കുറിച്ചുള്ള പ്രത്യേകത, ആർക്കും ഇത് വാങ്ങുവാൻ സാധ്യമല്ല, ഇത് കൈമാറുവാൻ സാധ്യമല്ല. തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്നവർ മറ്റൊരാൾക്ക് ഇത് അതുപോലെ പരിപാവനവും പരിശുദ്ധവുമായിട്ട് സൂക്ഷിക്കുവാൻ കഴിയുമെന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് അവരെ ഇത് ഏൽപ്പിക്കുന്നത്. അവർക്കും ഇത് കൈമാറാനേ സാധ്യമായുള്ള ആ വിശ്വാസം. ഒരിക്കലും ഒരാൾക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ ഒരു കാര്യവും സാധ്യമല്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ന്യൂയോർക്കിലെ ഇതുപോലെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോൾ വയോധികനായ ഒരു വൈദികൻ വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ 2 തിരുശേഷിപ്പുകളുണ്ട്, താങ്കൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ തെക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന എന്നെ കുറിച്ച് എന്ത് വിശ്വാസമാണ് അച്ഛനുള്ളത്? കാരണം ഈ തിരുശേഷിപ്പുകൾ ഞാൻ സൂക്ഷിച്ചിട്ടില്ല, എനിക്ക് ദേവാലയമുണ്ട്, ഇതെല്ലാം ഉണ്ട്, അത് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ പറഞ്ഞു, തിരുവചനം കൈകാര്യം ചെയ്യുന്ന കരങ്ങൾ എപ്പോഴും വിശുദ്ധം. അതുകൊണ്ട് ഐ ഫീൽ യു ആർ ദ ബെസ്റ്റ് ആൻഡ് യുവർ ഹാൻഡ്സ് ആർ ബെസ്റ്റ് ടു ഹോൾഡ് ദിസ്. അങ്ങനെ ആദ്യം എനിക്ക് 2 തിരുശേഷിപ്പുകൾ ഇറങ്ങി. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇനിയും അനേക തിരുശേഷിപ്പുകൾ താങ്കൾക്ക് ലഭിക്കും. ഒരു തിരുശേഷിപ്പ് കൊണ്ട് വേറെ തിരുശേഷിപ്പ് വരും. അങ്ങനെ വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞ് പോയപ്പോൾ പിന്നെ ഒരുപാട് തിരുശേഷിപ്പുകൾ വരാൻ. ഞാനതിൽ ഇവിടെ വെക്കാനുള്ള സൗകര്യം വേണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ 12 തിരുശേഷിപ്പുകൾ മാത്രമാണ് ഞാൻ 10 തിരുശേഷിപ്പ് മാത്രമാണ് തിരഞ്ഞെടുത്തത്. ഇങ്ങനെ ഇവിടെ ഇപ്പോൾ 12 തിരുശേഷിപ്പുകളുണ്ട്. ഇനി അവിടെ പോകുമ്പോഴാണെങ്കിലും എനിക്ക് തിരുശേഷിപ്പ് കഴിക്കുവാനായിട്ട് കഴിയും. അത് ദൈവനിയോഗമാണ്. അപ്പോൾ തിരുശേഷിപ്പ് എന്ന് പറയുമ്പോഴും 3 തരത്തിലുള്ള തിരുശേഷിപ്പുകളുണ്ട്. ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്. ഈ ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് ശരീരഭാഗങ്ങളാണ്, ഒറിജിനൽ തിരുശേഷിപ്പ്. അത് റോമിൽ നിന്നുള്ള സർട്ടിഫിക്കേഷനുള്ള അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തിരുശേഷിപ്പുകളുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് ഗ്രേഡ്. സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുന്നത് അവർ ഏറ്റവും ഉപയോഗിച്ചിരുന്ന, ഏറ്റവും അടുത്തവരുമായിട്ടിരുന്ന ഉപയോഗിച്ചിരുന്ന വസ്ത്രമോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ അംശങ്ങൾ, അതും തിരുശേഷിപ്പ്. മൂന്നാമതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർ ഇരുന്ന കസേരയുടെ കാര്യങ്ങളോ മറ്റങ്ങനത്തെ അത്രമാത്രം ഇൻറ്റിമേറ്റ് ബന്ധമില്ല. ഇതെല്ലാം തിരുശേഷിപ്പാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വലിയ കരുണ ലഭിച്ചിരിക്കുന്നതെല്ലാം ഫസ്റ്റ് ഗ്രേഡ് തിരുശേഷിപ്പുകളാണ്.
തിരുശേഷിപ്പുകൾ ഇവിടെ പരിശുദ്ധ തോമസ്ലിയുടെ ഉണ്ട്, പത്രോസ്ലിയുടെ, സെന്റ് ജൂഡ്, പരിശുദ്ധ ജെറോമിൻ്റെ ഉണ്ട്, ഫ്രാൻസിസ് ഓഫ് അസീസി, ഫ്രാൻസിസ് സേവിയർ, പോപ്പ് ജോൺ പോൾ, മദർ തെരേസ, അങ്ങനെ മേരി മാഗ്ഡലിൻ ഒക്കെ അങ്ങനെയുള്ള പേരുടെ 12 പേരുടെ തിരുശേഷിപ്പുകളാണ് സൂക്ഷിച്ചത്. ഈ മ്യൂസിയത്തിൽ മറ്റൊരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ജീസസ് പാരഡൈസ് എന്ന് പറയുന്ന പ്രദർശനമാണ്. ലോകത്ത് യേശു ക്രിസ്തുവിൻ്റെതായിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങൾ അനേകർക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണല്ലോ യേശു ക്രിസ്തുവിൻ്റെ രൂപം നമുക്ക് ലഭിക്കുന്നത്, അതുപോലുള്ള പല രീതികളിലുള്ള രൂപം. അപ്പോൾ അങ്ങനെ ലഭിച്ചുള്ള സുപ്രധാന പ്രത്യക്ഷീകരണങ്ങളുടെ ചിത്രങ്ങൾ അത് മുഴുവൻ നമ്മുടെ ജീസസ് പാരഡൈസ് ക്രമീകരിച്ചു. മാത്രമല്ല തിരുവത്താഴം ലോകത്തിലെ ഏറ്റവും വലിയ തിരുവത്താഴ ചിത്രീകരണങ്ങളിൽ ഒന്നാണ് നമ്മളിവിടുത്തെ ചിത്രീകരണം. അതിൻ്റെ ഒരു പ്രത്യേകത, മറ്റൊരു ചിത്രീകരണത്തിന് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു ചിത്രീകരണങ്ങളുണ്ട്. നാം ആ ഹാളിൽ ചെന്ന് യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം നമ്മെ നോക്കുകയാണ്. ആ ഹാളിൻ്റെ ഏത് ഭാഗത്തേക്ക് നാം പോയിരുന്നാലും ശരി, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നമ്മോടൊപ്പം നടക്കും. അദ്ദേഹത്തിൻ്റെ കാലുകൾ നമ്മളെ പിന്തുടരും. ആ അറ്റത്ത് വന്ന് ഈ അറ്റത്ത് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചും ആ കാര്യങ്ങളും കണ്ണുകളും നമ്മെ പിന്തുടരും. ഇനിയും പുറകോട്ട് പോവുകയാണെങ്കിൽ അവിടെയും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ. ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മെ പിന്തുടരുന്നു, നമ്മെ നോക്കുന്നുവെന്നും ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മുടെ കാലുകൾക്ക് കാവലും നമ്മെ സൂക്ഷിക്കുന്നുവെന്നും വിളംബരം ചെയ്യുന്ന ഒരു വലിയ ആത്മീയമായ ദർശനമാണ് ആ പ്രത്യേകമായ അനുഭവത്തിലൂടെ ഉണ്ടാകുന്നത്. ഇറ്റ്സ് റിയലി എ മിറക്കിൾ. അത് നമ്മളാരും പറഞ്ഞ് ചെയ്യിച്ചതല്ല. ആ ആർട്ടിസ്റ്റുകൾ ആ സംഘം അവിടെ വന്ന് അവിടെ താമസിച്ചതെല്ലാം ക്രമീകരിച്ച് പൂർത്തിയാക്കിയപ്പോൾ അവസാനം ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അല്ല നമുക്കങ്ങനെ വരയ്ക്കാനോ പറയാനോ സാധ്യമല്ല. അത് ദൈവത്തിൻ്റെ വലിയൊരു വരദാനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആരെ എവിടെ നിന്നൊന്ന് നോക്കിയിരുന്നാലും കർത്താവ് ഇരിക്കുന്ന ആ പോർഷൻ ടോട്ടലായിട്ട് അവരോടൊപ്പം മൂവി. അത് താങ്കൾ കാണാൻ കഴിയും. പിന്നെ നമുക്ക് മ്യൂസിയത്തെ കുറിച്ച് വലിയ ബന്ധമില്ലാത്ത കാര്യമാണ് ക്ലോക്ക് മ്യൂസിയം. അന്താരാഷ്ട്ര ക്ലോക്ക് മ്യൂസിയം, ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ക്ലോക്കുകളുടെ മ്യൂസിയം ഉണ്ട്. ക്രിസ്മസ് ലാൻഡ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൽ എങ്ങനെയാണ് ഒരു ക്രിസ്മസ് ആഘോഷം എന്നുള്ളത് ചാൾസ് ഡിക്കൻസ് ക്രിസ്മസ് കരോൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വർണ്ണാഭമായ ഒരു ചിത്രീകരണം, മഞ്ഞുമലകളും അവിടുത്തെ കെട്ടിടങ്ങളും ഹോട്ടലുകളും അത് സമ്പൂർണ്ണമായി ചിത്രീകരിക്കുന്ന ഒരു ചിത്രീകരണം. ഈ നാട്ടിലെ സ്നോ എന്താന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നവർക്ക് എന്താണ് ക്രിസ്മസ് കാലങ്ങളിൽ ബ്രിട്ടനിൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥയെന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം പാശ്ചാത്യ നാടുകൾ പ്രത്യേകിച്ച് മഞ്ഞ് മലകളിലൂടെ അവിടെ ഉള്ള വീടുകളും അവിടെയുള്ള റോഡുകളും എല്ലാം സമ്പൂർണ്ണമായി ചിത്രീകരിച്ച് ഞാൻ പറയുന്നത് ക്രിസ്മസ് എക്സ്പീരിയൻസ് ദാറ്റ് ഇസ് ഫ്രം ചാൾസ് ഡിക്കൻസ്. അതായത് ക്രിസ്മസ് കരോൾ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യം അതാണ് അവിടെ ചിത്രീകരിച്ചത്. അങ്ങനെ അനേകം പിന്നെ നമ്മുടെ വിവിധ ഭാഷകളുള്ള ബൈബിളുകൾ, എത്രയോ ഭാഷകൾ, ഏതാണ്ട് 300-ലധികം ഭാഷകളുള്ള ബൈബിളുകളുടെ പ്രദർശനം ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഭാഷയാണ് നോക്കുന്നത് വെച്ചാൽ ആ ഭാഷ എന്നാൽ ആ ഭാഷ അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എത്ര ജനങ്ങൾ ആ ഭാഷ സംസാരിക്കുന്നു തുടങ്ങിയ എല്ലാവിധ സ്ഥിതിവിവര കണക്കുകളും ഓരോ ബൈബിളിനെ കുറിച്ചും അവിടെയുണ്ട്. താങ്കൾക്കൊരു ബൈബിളിനെ കുറിച്ച് അറിയണമെങ്കിൽ ആൽഫബറ്റിക്കലായിട്ട് പോയി പരിശോധിച്ചാൽ അവയോട് കാണാം. മാത്രമല്ല ഇതിൽ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ ഈവൻസിൻ്റെതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള വിവരണങ്ങളും അതിനെ പറ്റി പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. വളരെയേറെ പ്രത്യേകതയുള്ള ഒരു ദേവാലയമാണ് ഇന്റർ ഡിനോമിനേഷണൽ ക്രൈസ്റ്റ് ചർച്ച്. എല്ലാ സഭകൾക്കും ആരാധിക്കാവുന്ന ഒരു എക്യൂമെനിക്കൽ ദേവാലയമാണ് ഈ ദേവാലയം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 5 ത്രോണോസുകളുള്ള അല്ലെങ്കിൽ 5 അൾത്താരകളുള്ള വിശുദ്ധ മദ്ബയാണ് ഇവിടെ ക്രമീകരിച്ചത്. സാധാരണയായി കേരളത്തിലെ ഒട്ടുമുക്കാൽ പള്ളികളിലും 3 അൾത്താരകൾ ഉള്ള ദേവാലയങ്ങളാണ് നാം കാണാറ്. 5 അൾത്താരകളുള്ള ദേവാലയം 12 ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും തിരുശേഷിപ്പുകൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. കൂടാതെ 24 ഉപത്രോണസുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ
ഇവിടെ ഈ മ്യൂസിയം സന്ദർശിക്കുവാൻ എത്തുന്ന സഹോദരങ്ങൾ ആദ്യമായി ഇവിടെ വന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് മ്യൂസിയം സന്ദർശനം ആരംഭിക്കുന്നത്. എഫേർട്ട് എന്നും കൺസെപ്റ്റ് എന്നും പറയുന്നത് പരസ്പര ബന്ധിതമായിട്ടുള്ള കാര്യങ്ങളാണ്. കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദൈവികമായ കാര്യമാണ്. ടു ഗിവ് യു എ കൺസെപ്റ്റ്, അത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നയിക്കപ്പെടുന്നവർക്കും നടത്തപ്പെടുന്നവർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ദർശനമാണ്. പിന്നെ എഫേർട്ട് എന്ന് പറയുന്നത് അത് ലഭിക്കുന്ന വ്യക്തി പ്രായോഗികമാക്കേണ്ട കാര്യം. ഇവിടെ ഒരുപാട് പേർക്ക് ഇതുപോലെ ദർശനം ഉണ്ടായി കാണും. പക്ഷേ അതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറൻസ്. ഇത് 30 വർഷത്തെ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും കളക്ഷൻസാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം നമുക്കതിനെക്കുറിച്ചൊരു ആവേശമുണ്ടാകും. ഇതെവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്ന സാധാരണക്കാരൻ അറിഞ്ഞുകൂടാത്ത കാര്യം. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പ്രേക്ഷിത വേലയ്ക്കും ഉപവാസ പ്രാർത്ഥനകൾക്കോട്ടൊക്കെ ഞാൻ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെയും ഇപ്രകാരമുള്ള ബൈബിൾ ആർട്ടിഫാക്റ്റിനെ കുറിച്ച് പഠിക്കുകയും അത് കഴിയുന്നത്ര കളക്ട് ചെയ്യുകയും ചെയ്താണ് ഇങ്ങനൊരു സങ്കല്പം പൂർത്തീകരിക്കുന്നത്. അപ്പോഴൊക്കെ ഒരു മ്യൂസിയം ഉണ്ടാക്കാമെന്നുള്ള ആഗ്രഹം അതിനുള്ള പ്രാർത്ഥനയോടുകൂടിയല്ല. എവിടൊക്കെ ഇപ്രകാരം പൗരാണികമായ കാര്യങ്ങൾ കാണുകയും ക്രൈസ്തവ നാമമഹത്വത്തിനായിട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് നമുക്കിതൊക്കെ ഉതകും എന്ന് തോന്നുമ്പോൾ അവയൊക്കെയും ശേഖരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സ്വഭാവം 30 വർഷമായിട്ട് ഞാൻ പിന്തുടരും. അപ്പോൾ ഇങ്ങനെ നാനാ രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആർട്ടിഫാക്ട്സുകൾ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ദൈവം എനിക്ക് പ്രകാരം ഒരു മ്യൂസിയം പണിത് തരേണ്ടത് ദൈവത്തിൻ്റെ തന്നെ ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഏതൊരു കാര്യം ഞാനിവിടെ പ്രവർത്തിച്ചിരുന്നാലും നിങ്ങളിവിടെ ഈ അങ്കണത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും മ്യൂസിയം ആയിരുന്നാലും അതിൻ്റെ ക്രമീകരണമായിരുന്നാലും അറേഞ്ച്മെൻ്റ് ആയിരുന്നാലും ഷെൽഫ്സ് എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിലയെന്നെ എനിക്ക് ബോധ്യപ്പെടുത്തിയിരുന്ന കാര്യമാണ്. ഈ ദേവാലയം പോലും അപ്രകാരം ക്രമീകരിച്ചിരിക്കുന്നതാണ്.